ഇന്നത്തെ റെസിപ്പി പച്ചടി റെസിപ്പിയാണ്, മധ്യ കേരള സ്റ്റൈലിൽ. ഇതേ രീതിയിൽ തന്നെ വേറെ കുറേ പച്ചക്കറികൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ മഞ്ഞ വെള്ളരിക്ക വെച്ചാണ് പച്ചടി ചെയ്യാറുള്ളത്. മഞ്ഞ വെള്ളരിക്ക കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കിതാ ഇതുപോലെ പരീക്ഷിച്ചാൽ മതി. ഈ ചൗ വെച്ചോ ഈ സാലഡ് വെള്ളരി വെച്ചോ ചെയ്താലും മഞ്ഞ വെള്ളരിക്കയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വെച്ച് ആ പച്ചടി ഉണ്ടാക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊലി കളഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും കഴുകി വെള്ളം വാലാൻ വേണ്ടി ഒന്ന് വെക്കണം. ഇതിന് രണ്ടിനും ഒരു കറ പോലെയുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. ആ കറ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ മഞ്ഞ വെള്ളരിക്കയുടെ ആ ടേസ്റ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. ഇതാ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ആ കാണിച്ച സാലഡ് വെള്ളരിയാണ്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് കഴുകി വെള്ളം വാലാൻ വെച്ചിരുന്നു. 2 വലിയ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പുണ്ട്. മഞ്ഞ വെള്ളരിക്ക എടുക്കുന്നെങ്കിൽ അരിഞ്ഞതിന് ശേഷം കഴുകേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഇനി ഇതിൻ്റെ കൂടെ പച്ചമുളക് അരയ്ക്കത്തില്ല. പച്ചമുളക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കുകയാണ്. ഒരു 4 എണ്ണോളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളരിക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. കൂടെ കുറച്ചേറെ കറിവേപ്പിലയൂടെ ചേർക്കാം. ഇനി ഒരല്പം, ഒരു തവിക്കടുത്തായിട്ട് ഇതൊരു 1/4 കപ്പിൻ്റെ പകുതിയുള്ള ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളരിക്കയിൽ ധാരാളം വെള്ളമുണ്ട്. ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് തളിച്ചു കൊടുത്താലും മതിയേ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരെ ഉദ്ദേശമാണ് ഞാനിങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. വെള്ളരിക്ക പാകത്തിന് വെന്ത് വരുമ്പോഴത്തേന് ആ വെള്ളം ഒന്ന് വറ്റിയിരിക്കണം. വെന്തതിന് ശേഷം ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വറ്റിക്കാൻ വേണ്ടി തിളപ്പിച്ചുകൊണ്ടിരിക്കും. വെള്ളരിക്ക അങ്ങ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോവും. അങ്ങനെ വരരുത്. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ നല്ലവണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുക. പെട്ടെന്ന് വെന്ത് വരും. ഇടയ്ക്ക് തിളച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണേ. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടെ ഇറങ്ങിയിട്ട് ഇത്ര ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേകാനുണ്ട്. വെന്ത് വരുമ്പോഴത്തേന് ആ വെള്ളം വറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ തുറന്ന് വെച്ച് ബാക്കി വേവിച്ചെടുക്കുകയോ അടയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുത്താലും മതിയേ. ഇനി ആ വെള്ളം കൂടെ ഒന്ന് വറ്റിയിട്ട് ഒരല്പം കൂടി വേകാനായിട്ടുണ്ട്. അതിലൊന്ന് വേകട്ടെ. ഈ സമയത്ത് ഇതിനു വേണ്ടി അരപ്പരയ്ക്കാം. ഇനി മിക്സർ ജാറിൽ 1 കപ്പ് ഫുള്ളായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ചെറിയ ചുവന്നുള്ളി, ഒരു 1/4 സ്പൂൺ മാത്രമായിട്ട് ജീരകം കൂടി പോരുത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇതിൽ കടുക് ചേർക്കാനുണ്ട്. അതിപ്പോഴല്ല ചേർക്കുന്നത്. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അരയാൻ പാകത്തിന് മാത്രമായിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് 1 സ്പൂണ് കടുക് കൂടെ ചേർക്കുക. ആദ്യമേ കടുക് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകും. ഒരു 5 സെക്കൻഡ് മാത്രം കടുക് ചേർത്തതിന് ശേഷം അരച്ചെടുക്കുക. ഇതും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ നല്ലവണ്ണം വെന്ത് നേർപകുതിയായിട്ടുണ്ട്. പ്രത്യേകം പറയുന്നു, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. വെള്ളം പാകത്തിനുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. തീ ഒത്തിരി കൂട്ടി കൊടുക്കണ്ട. കുറഞ്ഞ തീയിൽ ആ അരപ്പൊന്ന് നല്ലവണ്ണം ചൂടായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് തിളപ്പിക്കരുത്. നല്ലവണ്ണം ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുമിള പോലെ തിളയ്ക്കാനായിട്ട് വരും. അത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സെക്കൻഡ് നേരത്തിന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ചോപ്പറായി യൂസ് ചെയ്യുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നെങ്കിൽ. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് ഒന്നുകിൽ തളിച്ചേ കൊടുക്കാവൂ. വെള്ളം ഓവറായി പോവും. പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കും, വെന്ത് കുഴഞ്ഞു പോവും. തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം തണുക്കാൻ വേണ്ടി. ഇനി വേറൊരു പാത്രത്തിൽ ഞാനിവിടെ 1 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ തൈര് ഉടച്ചെടുക്കരുത്. പച്ചടി അങ്ങ് ഓവറായിട്ട് ലൂസായി പോവും. ഇതുപോലെ വിസ്കിൽ ഉടച്ചെടുക്കുക. ഈ പച്ചടി ഒരുപാട് ലൂസാകരുത്. ഇലയിലൊക്കെ വിളമ്പുമ്പോൾ ഒഴിവാതെ നിൽക്കണം. അതുപോലെ തൈരിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത്. തൈര് മാത്രമായിട്ട് ഉടച്ച് ചേർക്കുക. തണുത്തിട്ടാണ് ഒഴിക്കേണ്ടത്. തണുത്തിട്ടാണ് ഇതിനകത്ത് മിക്സ് ചെയ്തത്. തൈര് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർത്തിളക്കുക. അതുപോലെ തന്നെ ഒത്തിരി പുളിയുള്ള തൈരല്ലാതെ മിതമായ പുളിയുള്ള തൈര് ഉപയോഗിക്കുക.
ഇനി ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില മാത്രമായിട്ട് കടുക് ഒഴിച്ച ഉടനെ തന്നെ മൂടി വയ്ക്കുക. ഒരു 4-5 മിനിറ്റ് മൂടി വയ്ക്കുക. വെളിച്ചെണ്ണയിൽ താളിക്കണേ. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. മധ്യകേരളത്തിലുള്ള സദ്യ സ്പെഷ്യലായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.